ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നലത്തെ വീഡിയോ ആണ് ഇത്. ഇന്നലെ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റിയില്ല. ഇന്നലെ ഷോർട്ട് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ പറ്റുമെങ്കിൽ ഇടാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ സമയം കിട്ടിയ നേരത്ത് എഡിറ്റ് ചെയ്തിട്ട് രാത്രിയാണ് വോയിസ് കൊടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്തിട്ടേ കിടക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാവിലത്തെ വിശേഷങ്ങളാണ്. ഇന്നലെ രാവിലെ കുറച്ച് മടിയായിരുന്നു. എഴിക്കുമ്പം കുറച്ച് നേരം കാലിന് നല്ല പെയിനാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു മടിയാണ് കേട്ടോ. കുറേ നേരം കഴിയുമ്പോൾ അത് മാറിക്കോളും. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇന്നലെ പിള്ളേർക്ക് സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. എന്തായാലും അവർ ഉച്ചയ്ക്ക് 2:45 ആകുമ്പം തിരിച്ചു വരുമല്ലോ, അപ്പോൾ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലും രാവിലെ അരി അടുപ്പത്തിട്ടു. പുറത്തെ വർക്ക് ഏരിയയിൽ ഒരു ചെറിയൊരു ഭാഗത്ത് ബയോഗ്യാസിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, അപ്പോൾ സ്റ്റൗ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അരിക്കുള്ള വെള്ളം വെച്ചു. ബയോഗ്യാസ് പ്ലാന്റിൽ ഒരു പ്രാവശ്യം നമ്മൾ അരിക്കൊക്കെ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് എടുക്കുന്ന അത്രയും സമയം അതിൽ ഗ്യാസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെയും അത് വൈകുന്നേരം ആകുമ്പോൾ ഗ്യാസ് നിറഞ്ഞു വരും. അങ്ങനെയാണ് സാധാരണ എന്നും അത്ര ഗ്യാസേ അതിലുണ്ടാവാറുള്ളൂ. അപ്പോൾ രാവിലെ അപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പത്തിന് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. കുറച്ച് പച്ചരിയും അതിൻ്റെ കൂടെ കുറച്ച് അവലും കുതിർത്തതും കൂടി ചേർത്ത് അരച്ചിട്ട് കുറച്ച് ഈസ്റ്റും കൂടെ ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് മാറ്റി ഞങ്ങളെ പഴയ ഫ്രിഡ്ജിനെ മാറ്റിയിട്ട് അതൊരു 10 വർഷത്തോളം പഴക്കം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ സാധനങ്ങളൊക്കെ വയ്ക്കാനും സ്ഥലം കുറവായിരുന്നു. അത് മാത്രമല്ല ഡോറ് കംപ്ലൈൻ്റായി വന്നു. മാറ്റി വേറൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു. LGയുടെ ഫ്രിഡ്ജാണ്. അപ്പോൾ ഇത് പുതുതായിട്ട് വാങ്ങിച്ച ഒരു ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. 4 മുട്ട എടുത്തു, അത് പുഴുങ്ങാനായിട്ട് വെച്ചു. പിന്നെ എൻ്റെ ഈ ദോശക്കല്ലില്ലേ, ഇത് കാസ്റ്റേൺ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടാണ്. കാസ്റ്റേണിൻ്റെ ആണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ അധികം സോപ്പൊന്നും ഉപയോഗിച്ച് കഴുകാറില്ല എപ്പോഴും. ഇനി നല്ലെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ ദോശ ചുട്ട് കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡ് ഇങ്ങനെ പൊള്ളി ഇളകാനായിട്ട് തുടങ്ങി. അപ്പോൾ അതങ്ങനെ. പിന്നെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ അരിഞ്ഞെടുത്തു, ചതച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ കുക്കറിലാണല്ലോ, ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുക്കറിൽ മുട്ടക്കറി വയ്ക്കുന്നത് എളുപ്പത്തിൽ. അപ്പോൾ അങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കുക്കർ എടുത്തിട്ട് അതിൽ ഉള്ളി ഒക്കെ വഴറ്റി കുറച്ച് വെളിച്ചെണ്ണയും ഒരല്പം നെയ്യും കൂടി ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യിലും കൂടെ ഇട്ടിട്ട് ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി, എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചതും കൂടി ചേർത്തൊക്കെ വഴറ്റിയിട്ട് അതങ്ങനെ അടുപ്പത്തിട്ടേക്കായിരുന്നു. ഉള്ളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം അതിൽ നമ്മൾ ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഉള്ളി നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. എന്നിട്ടാണ് ഇതൊക്കെ ചേർക്കാനുള്ളത്. ചേർത്തിട്ട് തക്കാളിയും കൂടെ ചേർത്ത് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി. വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് മഴിച്ച് വരുന്നു. പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ വഴറ്റി ചെയ്യുന്നത് തന്നെയാണ് ടേസ്റ്റ്. ഇത് കുക്കർ അടച്ചിട്ട് വെക്കുമ്പോൾ ഒരു പച്ചച്ചൊവ പോലെ തോന്നും. അപ്പോൾ എന്തായാലും എളുപ്പത്തിന് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഉള്ളി നന്നായിട്ടൊക്കെ വെന്ത് വരും. എന്നാലും നമ്മൾ സാധാരണ വഴറ്റി ചെയ്യുന്നത് അതിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്കത് ടേസ്റ്റ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് പിന്നെ കുറച്ചും കൂടി കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പും ഒക്കെ ചേർത്തായിരുന്നു. ഉപ്പ് കുറവായിരുന്നു, ഉപ്പ് കുറച്ചും കൂടി ചേർത്തു. പിന്നെ ലാസ്റ്റ് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അപ്പം ആണ് കൊടുത്തു വിടാനായിട്ട് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ കൂടെ ഡ്രൈ ആയിട്ട് എന്തെങ്കിലും കറി കൊടുത്തു വിടാം. അപ്പോൾ ചമ്മന്തി അരച്ചിട്ട് പുളി ചേർക്കാത്ത ചമ്മന്തി, അതായത് ഉള്ളിയും തേങ്ങയും കൂടി ചതച്ച് പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ചുമന്ന മുളക്. ഞാൻ ചുമന്ന മുളകാണ് ചേർത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് അതൊന്ന് ചീനിച്ചട്ടിയിൽ കടുക് വറുത്ത് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. എൻ്റെ കയ്യിൽ കടുക് തീർന്നിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് ഞാൻ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. കടുകുണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി തോർത്തി എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ. ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും
അതുപോലെ തന്നെ ഇഡ്ഡലി ഇല്ലേ, ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലി നമ്മൾ എവിടെയെങ്കിലും ദൂരെ യാത്രയ്ക്കൊക്കെ പോകൂലേ, ആ സമയത്ത് ഇഡ്ഡലിയുടെ കൂടെ ഇതുപോലത്തെ ചമ്മന്തിയും കൊണ്ട് തയ്യാറാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതും പുറത്തൊക്കെ നമ്മൾ വാഴ ഇലയിലൊക്കെ പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ പാറു വിശന്നു, അവൾ അടുക്കളയിലൊക്കെ വന്ന് നോക്കി. അപ്പോൾ അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് 2 അപ്പമൊക്കെ ചുട്ടെടുത്തു. പാറുവിന് കഴിക്കാനായിട്ട് എടുത്തു. അപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരിക്കണം. അവൾക്ക് വീഡിയോ ഞാൻ എടുക്കുന്ന ഇഷ്ടമല്ല അത്ര, എന്നാലും ഞാൻ അടുത്ത് വന്നിരുന്നിട്ട് കുറച്ച് അവളെ മുഖം എടുക്കാതെ കുറച്ചൊക്കെ എടുക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമില്ല. എന്നോട് പറയുക എൻ്റെ വീഡിയോ എടുക്കണ്ടെന്ന് പറയുക. അപ്പോൾ ഞാൻ വിചാരിക്കും ഇഷ്ടമില്ലാത്തത് ചെയ്യണ്ടെന്ന് വിചാരിക്കും. എന്നാലും കുറച്ചൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ രാവിലെ കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. ചോറും കറികളൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂ അവിടെ നിന്ന് ഒട്ടും റിലാക്സ് ഇല്ലാതെ നമ്മൾ അടുക്കളയിൽ ചുറ്റിത്തിരിഞ്ഞ് നിന്ന് നമുക്ക് ആകെ ഇതാണ്, ഒന്നിനും ഒരു സമയം കാണില്ല. അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇതെടുത്ത് കറി വെച്ചു, അത് പാത്രത്തിലാക്കി, തുടച്ചു, വൃത്തിയാക്കി, കറി അരിഞ്ഞ സ്ഥലം വൃത്തിയാക്കി, അങ്ങനെ ഒരു കണ്ടിന്യൂ വർക്കാണ്. അപ്പോൾ അതിപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ശരീരത്തിനും കുറച്ച് ബുദ്ധിമുട്ടാണ്, മനസ്സിനും അതുപോലെ തന്നെ. അപ്പം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. ഒരു ദിവസമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ സമാധാനത്തിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ള സമയമായി. അപ്പോഴത്തേക്ക് 8 മണിയൊക്കെ ആകുമ്പോൾ അവരുടെ വാൻ വരും. അപ്പോൾ ആ സമയമൊക്കെ ആവാറായപ്പോൾ ഞാൻ ഷൂ ഒക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചു, ഷൂ പോളിഷ് ചെയ്ത് വെച്ചു. റോക്കി അവിടെ ഉണ്ട്. റോക്കിക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അവന് അറിയാമെന്ന് തോന്നണം. അപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ വീഡിയോ ഫോണും കൊണ്ട് നടക്കുമ്പോൾ അവൻ ഒളി കണ്ടിട്ട് ഇങ്ങനെ നോക്കാറുണ്ട്. അവനറിയാം ഞാൻ വീഡിയോ എടുക്കുന്നത്, എന്തോ സംഗതി അറിയാൻ ഞാൻ എന്തോ എടുക്കുന്നുണ്ടെന്നൊക്കെ അവന് മനസ്സിലായിട്ടുണ്ട്. രാവിലെ റോക്കി പുറത്ത് ഒറ്റയ്ക്ക് കിടക്കുകയല്ലേ, അപ്പോഴും നമ്മളെല്ലാവരും അകത്തല്ലേ. അപ്പോൾ അവന് പുറത്ത് ടൈം പാസിന് വേണ്ടിയിട്ട് അവൻ ചെരുപ്പുകൾ, അവിടെ ഇരിക്കുന്ന പഴയ സാധനങ്ങൾ ഇതെല്ലാം എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് അത് കടിച്ചു അങ്ങനെ ഇരിക്കും. പക്ഷേ ചെരുപ്പൊന്നും കടിച്ച് പൊട്ടിക്കത്തൊന്നുമില്ല. അവനതൊക്കെ അറിയാം. നമുക്ക് വേണമെന്നുള്ള സാധനം, വേണ്ടാത്ത സാധനമൊക്കെ അവനറിയാം. അപ്പോൾ ഫസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ അരി 8 മണിയൊക്കെ ആയപ്പോൾ അരി തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ പോയതിന് ശേഷം അരി വടിച്ചു. അതിൽ റോക്കിക്ക് വേണ്ടിയിട്ട് ചോറൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് തണുക്കാൻ വേണ്ടി വെക്കും അവന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനും പലഹാരമൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞാൻ മലക്കറി വാങ്ങിക്കാനൊക്കെ പോയി. അപ്പോൾ പച്ചക്കറികളൊക്കെ തീർന്നിരിപ്പുണ്ടായിരുന്നു. പച്ചക്കറികളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മലക്കറി വാങ്ങിച്ചു. മീൻ വാങ്ങിക്കാൻ പോയി. കാരൽ മീനാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ആ ലഞ്ച് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ലഞ്ച് ബോക്സിൻ്റെ വീഡിയോയിൽ. അത് തന്നെയാണ് ഇന്നലെ ഇട്ടിരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ മീനൊക്കെ അറുത്ത് കഴുകി. അപ്പോൾ പച്ചക്കറി 100 രൂപയ്ക്കാണ് വാങ്ങിച്ചത് കേട്ടോ. 100 രൂപയ്ക്ക് പച്ചക്കറിയും 2 കോണ് 80 രൂപയാണ്. കോൺ വാങ്ങിച്ചത് റോക്കിക്ക് വേണ്ടിയിട്ടാണ്. അവന് കോണ് വേവിച്ച് കുറച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് മിക്സിയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കും, ഫുഡിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡോക്ടർ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഇതിങ്ങനെ അവൻ്റെ മെനു ഒക്കെ പറഞ്ഞിരുന്നു. എല്ലാമൊന്നും വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, എന്നാലും പറ്റുന്നതൊക്കെ ചിലപ്പോഴൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ പിന്നെ പാവയ്ക്ക തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. പാവയ്ക്ക തോരൻ കറികൾ ഇതൊക്കെയായിരുന്നു. പാവയ്ക്ക തോരനും മീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മീൻ ഫ്രൈയും പിന്നെ മോരുകറി, മോരുകറി ഇത്രയൊക്കെയായിരുന്നു കറികൾ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ പാവയ്ക്ക തോരന് പാവയ്ക്കയും പിന്നെ ചെറിയുള്ളിയല്ല, പാവയ്ക്കയും സവോളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞു. പാവയ്ക്കയും സവോളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു. അത് നന്നായിട്ട് വഴറ്റണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയാൽ കുറേയൊക്കെ അതിൻ്റെ കയ്പ്പ് മാറും. പിന്നെ നമ്മൾ കടുക് വറുത്തിടുന്ന സമയത്ത് കടുകിൻ്റെ കൂടെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കറുത്ത തോടുള്ള ഉഴുന്നില്ലായിരുന്നു, തോടുള്ള ഉഴുന്നില്ലേ, അതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ചിട്ടു. കടുക് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കടുകിന് പകരം ഞാൻ അത് തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആവാറായപ്പോൾ കറികളൊക്കെ റെഡിയായി. മീൻ പൊരിച്ചതും
മോര് കറിയും പിന്നെ പാവയ്ക്ക തോരനും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കറികൾ. പിന്നെ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ തയ്യാറാക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കൂട്ടി കഴിക്കുകയുള്ളൂ. പിള്ളേർ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും മുട്ട എന്തെങ്കിലും പൊരിച്ച് കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്